കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തെ കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുന്ധതി വലിയൊരു ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ട് വീട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പൊ ഈ കത്ത് ആദ്യം വായിക്കുന്ന നന്ദയാണ്. നന്ദ ആ കത്ത് വായിച്ചു കഴിയുമ്പോൾ നന്ദ ഞെട്ടിത്തിരിക്കുകയാണ്. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് പിങ്കി ചോദിച്ചു, എന്താ നന്ദ, എന്താ കത്തിനകത്ത് എഴുതിയേക്കെന്ന് ചോദിക്കുകയാണ്. പിന്നീട് പിങ്കിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ആ വീട്ടിലുള്ള എല്ലാവരും കത്ത് വായിക്കുകയാണ്. കത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ ചെയ്ത വലിയൊരു തെറ്റാന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കത് എല്ലാം പ്രിയയുടെ നന്മയെ കരുതി ഞാൻ ചെയ്ത കാര്യങ്ങളായിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളാണ് ചെയ്തേ. പക്ഷെ ഇതിന്റെ പേരിൽ ഇനി എനിക്ക് ക്രൂശിക്കപ്പെടാൻ വയ്യ. ഗൗതം എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തന്നെ എൻ്റെ ജീവിതം കൂടി ഇല്ലാതാക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞ ഒരു നീണ്ട കത്ത് തന്നെ എഴുതി വെച്ചിരിക്കുമായിരുന്നു. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും എന്ത് ചെയ്യണം നടത്തില്ല. കത്ത് വായിച്ച മഹേശ്വരൻ പറഞ്ഞു, എൻ്റെ ഭഗവാനെ ചതിച്ചല്ലോ. ഏട്ടത്തി വൈകുന്നേരം എന്നോട് സംസാരിച്ചായിരുന്നു, പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും സൂചന പോലും തന്നില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ഏട്ടത്തിക്കൊന്നും സംഭവിക്കില്ല എൻ്റെ ഭഗവാനെന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ അവിടെ കിടന്ന് കരയുവാണ്. എല്ലാവരുടെയും മട്ടും ഭാവം എല്ലാം മാറി. പ്രിയയ്ക്കും വല്ലാത്ത വിഷമമായിപ്പോയി. പ്രിയ ഇത്രയും പ്രതീക്ഷിച്ച കാര്യമല്ല. അമ്മ ചെയ്ത ക്രൂരതയ്ക്ക് ഇത്രയും കിട്ടിയാൽ പോരാ, അമ്മേനെ ജയിലിൽ കയറ്റണം തന്നെയായിരുന്നു പ്രിയയുടെ ആഗ്രഹം. പക്ഷേ ഗൗതം നന്ദിയൊക്കെ പറഞ്ഞു, വേണ്ട, ഇത് വലിയ പ്രശ്നമാവും. കാരണം ഇന്ത്യവരം കുടുംബത്തിന് അഭിമാനം മുഴുവൻ നഷ്ടപ്പെടും. ഈ ഒരു പ്രശ്നം മതി ലോകം മുഴുവൻ അറിയാനായിട്ട്. അതുകൊണ്ട് എടുത്ത് ചാടി ഒരു തീരുമാനമൊന്നും എടുക്കേണ്ടെന്ന് പ്രിയയോട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പ്രിയ കേസും കോടതിയൊന്നും ആയിട്ട് പോവാത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ അമ്മ വീട് വിട്ടെന്ന് ഇറങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രിയയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഗൗതം പറഞ്ഞു, വല്യമ്മ അധികം ദൂരമൊന്നും പോകാൻ വഴിയില്ല, ഞാൻ പോയി അന്വേഷിക്കാന്ന് പറയണ. പെട്ടെന്ന് തന്നെ ഗൗതം അവിടെ നിന്ന് പോവാണ്. പക്ഷെ ബാക്കി ആർക്ക് സംഭവങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്തിനാ പോയത്? ഒരുപക്ഷെ പ്രിയയും ഡോക്ടറും തമ്മിൽ ഒന്നിക്കുന്നതിന്റെ കാരണം കൊണ്ടായിരിക്കുമോ ഇനിയിപ്പം ഏട്ടത്തെ വീട് വിട്ടുപോയത്? അങ്ങനെ ഒരു സംശയമായിരുന്നു മോഹിനിയുടെ ഉള്ളിലൊക്കെ ഉണ്ടാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിങ്കിക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. കുഞ്ഞിന്റെ കാര്യങ്ങളൊന്നും ഇവർക്ക് ആർക്കും ആ സത്യങ്ങളൊന്നും അറിയത്തില്ലോ. പിന്നീട് പിങ്കി പറഞ്ഞു, എല്ലാത്തിനും കാരണം നന്ദ നീയാണ്. നീ ഒറ്റ എഴുത്തിയാ. നീ കാരണമല്ലേ പ്രിയേച്ചിയും വസന്ത് ഡോക്ടറും തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ കാരണമായത്. വല്യമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. അതുകൊണ്ടല്ലേ വല്യമ്മ ഇങ്ങനെയൊക്കെ ചെയ്തേ. ഇനി ഇപ്പോൾ നമുക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാവരും നന്ദനെ കുറ്റപ്പെടുത്തുമായിരുന്നു. ലക്ഷ്മിയമ്മയാണ് ആകെ തറന്നു പോയി. എന്നാലും ഏട്ടത്തി ഒരു കടുങ്കൈ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ലക്ഷ്മിയമ്മയ്ക്കും അറിയത്തില്ല കാരണങ്ങൾ. ചിഞ്ചുമോൾ സ്വന്തം കുഞ്ഞാന്ന് ആ കാര്യങ്ങളൊന്നും ലക്ഷ്മിയമ്മ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഇത്ര ഒരു വലിയ ചതി ഏട്ടത്തി നമ്മളോട് ആരും ചെയ്യണ്ടായിരുന്നു. ഈ കുടുംബത്തിൽ ഇത്രയും കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ടിരുന്ന അരുന്ധതി ആയിരുന്നല്ലോ. അപ്പോൾ ഒരു വലിയൊരു ആൾ പോയതിൻ്റെ ഒരു വിഷമം ആ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഈ ചതിയെക്കുറിച്ച് അറിയാവുന്ന 2-3 പേര് മാത്രമേ അവിടെ ഉള്ളൂ. മഹേശ്വരൻ അറിയാം എന്ത് കാരണം കൊണ്ടാണ് വീട് വിട്ട് പോയെന്നുള്ള സത്യം. പിന്നീട് മഹേശ്വരൻ പറഞ്ഞു, നന്ദേ, നീ എല്ലാത്തിനും കാരണക്കാരി. നീയും ഗൗതമും കൂടി ചേർന്നല്ലേ ഇങ്ങനെയെല്ലാം ചെയ്തേ. ഇപ്പം എല്ലാവർക്കും സമാധാനമല്ലോ. ഏട്ടത്തി എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടല്ലോ, ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയാണ്. നന്ദയ്ക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദയ്ക്ക് ദേഷ്യം വന്നു. നന്ദ പറഞ്ഞു, അല്ല, എന്ത് തെറ്റ് ചെയ്യുന്നാ പറയണേ? ഇപ്പം എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ എന്നെയും പ്രിയേച്ചിനെയൊക്കെ. പ്രിയേച്ചി എന്ത് തെറ്റ് ചെയ്യുന്നാ പറയണേ? പ്രിയേച്ചിനെ ശരിക്കും ചതിച്ച ആരാ? പ്രിയേച്ചിനെ വല്യമ്മ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നല്ലേ ചതിച്ചെന്ന് ചോദിക്കുകയാണ് മഹേശ്വരനോട്. മഹേശ്വരൻ അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു ഇങ്ങനെ ചോദിക്കുന്നുള്ളത്. ലക്ഷ്മി പറഞ്ഞു, മോളെ നന്ദ, നീ എന്താ പറയണേ എന്നാ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാ. അമ്മയൊന്നും മിണ്ടായിരിക്കുക. അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തോണ്ടെന്ന് പറയും. എന്തറിയത്തില്ലെന്നോണ്ടാ? അമ്മയ്ക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല. മോളെ നന്ദ, നീ എന്താ പറയണേന്ന് ചോദിക്കുകയാണ്. പിന്നീട് നന്ദയെ കാര്യങ്ങളൊക്കെ പറയാണ്, ചിഞ്ചുമോളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ഇതൊക്കെ എങ്ങനെ നടന്നു? ലക്ഷ്മിയമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ചിഞ്ചുമോൾ ഇന്ത്യവരത്തിലെ കുട്ടിയായിരുന്നോ? ദൈവമേ, ഇവിടെ ആ കുഞ്ഞ് വന്നിട്ട് അറിഞ്ഞു പോലും ഇല്ല, പാവം മോള്. അതൊക്കെ ഓർത്ത് ലക്ഷ്മിയമ്മ ഇരുന്ന് കരയുമായിരുന്നു. ഒരു വശത്ത് അരുന്ധതി പോയതിന്റെ വിഷമം, മറുവശത്ത് ചിഞ്ചുമോളെ കുറിച്ചുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പിന്നീട് നന്ദ പറഞ്ഞു, അത്രയും വലിയ തെറ്റൊന്നും ആരും ഇവിടെ ചെയ്തിട്ടില്ല. പ്രിയേച്ചി ചെയ്തതിൽ എന്താ തെറ്റ്? ഒരു ദുരഭിമാനത്തിന്റെ പേരിൽ ഇത്രയും വർഷം 7-8 വർഷക്കാലം വെല്ലുമ്മ ചെയ്തത് എന്താ? സ്വന്തം കുഞ്ഞിനെയാണ് പ്രിയേച്ചിന്ന് അകറ്റി നിർത്തിയത്. എന്നിട്ട് ആരോടും അത് പറയാതെ അത് മൂടി വെച്ചു. പക്ഷെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം പ്രിയേച്ചി സ്വന്തമായിട്ട് സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാൻ പോയതാണോ നിങ്ങൾ എല്ലാവരും കണ്ട ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഒരു തെറ്റിനെ മറിക്കാനായിട്ട് പല തെറ്റുകൾ ചെയ്യേണ്ടി വന്നു. പക്ഷെ വല്യമ്മ ഈ ചെയ്ത് ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. വല്യമ്മ എല്ലാവരും ഓടി ഒളിക്കുകയോ ചെയ്തേ. വല്യമ്മയ്ക്ക് അറിയാം ഇനി ഇതിന്റെ പേരിൽ എന്താ സംഭവിക്കേണ്ടി വരുന്നു. ഒരുപക്ഷെ പ്രിയേച്ചി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്യമ്മ ജയിലിലേക്ക് പോകുന്നൊരു പേടി കൊണ്ടായിരിക്കും വല്യമ്മ ഇവിടുന്ന് മാറിയെന്നൊക്കെ പറയാണ്.
ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയ പറഞ്ഞു, എനിക്ക് ഇതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല ഞാൻ ചെയ്തത്. ഞാനും വസന്ത് ഡോക്ടറും തമ്മിൽ ഒന്നിക്കാൻ തീരുമാനിച്ചത്. എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടൊരു അമ്മയുടെ വേദന എൻ്റെ ഉള്ളിലുണ്ടാകുന്നേ. പക്ഷെ എൻ്റെ പെറ്റമ്മ അത് മനസ്സിലാക്കിയിട്ടില്ല. അമ്മ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ അമ്മ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല. അമ്മയ്ക്ക് അർഹതപ്പെട്ട കാര്യം തന്നെയായിരിക്കും ഒരുപക്ഷെ അമ്മ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ കേസ് കൊടുക്കുന്നുള്ള പേടി മൂലമായിരിക്കും അമ്മ എങ്ങോട്ടേലും മാറി നിൽക്കുന്നത്. പക്ഷെ എന്നാലും പ്രിയയുടെ ഉള്ളിൽ ഒരു സങ്കടമൊക്കെ ഉണ്ടാകുന്നുണ്ട്. സ്വന്തം അമ്മയല്ലേ, താൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പേടിച്ചിട്ടായിരിക്കും പോയെന്നൊക്കെ പ്രിയൻ ചിന്തിക്കുന്നുണ്ട്. ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം നേരെ ഓഫീസിലേക്ക് ചെല്ലുവാണ്. പിന്നീട് പോലീസുകാരോടൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ നാലാവിധം പോയി അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല. അരുന്ധതി എങ്ങോട്ടാ പോയത്, എന്തിനാ പോയത്, എങ്ങോട്ടാന്നൊക്കെ. പക്ഷെ പിങ്കിയുടെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം 2-3 ദിവസം മുമ്പ് ചെമ്പരമ്മയുടെ അവിടെയുള്ള ഒരു കുറേ എസ്റ്റേറ്റിനെ കുറിച്ചൊക്കെ പിങ്കിയോട് അരുന്ധതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് വലുതും പോയി കാണോ, അവിടെ എവിടെയെങ്കിലും പോയെന്ന് പറയാനും പറ്റില്ല. പിന്നീട് പിങ്കി തൻ്റെ ഉള്ളിലുള്ള ആ കാര്യങ്ങളൊക്കെ മഹേഷിനോട് തുറന്നു പറയുന്നുണ്ട്. വല്യമ്മ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പം മഹേശ്വരൻ പറഞ്ഞു, ഒരു കാര്യം ശരി, അവിടെയും കൂടെ അന്വേഷിച്ച് നോക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ടാണല്ലോ പോയെന്ന് അറിയാൻ പറ്റില്ല. എവിടെയാണെങ്കിലും ഒരു ആപത്തും കൂടാതെ ഏട്ടത്തെ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എസ്റ്റേറ്റിൽ നിന്ന് അയാൾ വരുന്നത്, വാവച്ചൻ. അയാൾ ആ വലിയ രഹസ്യം കൊണ്ടൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുന്നതിനെ കുറിച്ചുള്ള കുറേ കാലമായിട്ട് ആ എസ്റ്റേറ്റുമായിട്ട് ആർക്കും വലിയ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. മഹേശ്വരന് അങ്ങോട്ട് പോയി അന്വേഷിക്കുകയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ആ എസ്റ്റേറ്റിൽ നിന്ന് വാവച്ചൻ ഇന്ത്യവരത്തിലേക്ക് വരുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. പിന്നെ നമുക്കറിയാം ഇനിയിപ്പോൾ എങ്ങോട്ടാണ് അരുന്ധതി പോയത്, അരുന്ധതിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചെന്നൊക്കെ. അരുന്ധതിക്ക് ആപത്തൊന്നും സംഭവിക്കാൻ വഴിയില്ല. അരുന്ധതി പതുക്കെ എങ്ങോട്ടേലും മാറുന്നതായിരിക്കും വഴിയുള്ളൂ. കാരണം വിചാരണ ചെയ്യപ്പെടാൻ അരുന്ധതി ആഗ്രഹിക്കുന്നില്ല. സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോഴത്തേനും തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തും. ഇനിയിപ്പോൾ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു നാണക്കേട് ഉണ്ടാവും ഇല്ലല്ലോ. അതുകൊണ്ട് അരുന്ധതി എങ്ങോട്ടേലും മാറി നിന്നായിരിക്കും. അതിൻ്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.